കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എവിടെടി അമ്മ? ചൂടിലാണല്ലോ. എന്തു പറ്റി? അമ്മ എവിടെ നിന്നല്ലേ ചോദിച്ചേ? എന്താ മോനെ? അച്ഛനെ കാണാൻ പോയിട്ട് വരുമായിരിക്കും. എന്തെങ്കിലും ന്യൂസ് കിട്ടി കാണും. ജയലാലും അയാളുടെ അമ്മയും കൂടി ഇങ്ങോട്ട് വന്ന എന്തിനാ? ഇവിടെ ഒരു കല്യാണാലോചന നടന്നോ? നടന്നു. എന്നിട്ട് എന്താ അവരോട് പറഞ്ഞത്? ഞങ്ങളൊന്നും പറഞ്ഞില്ല മോനെ. മൂത്ത മോടെ കുടുംബജീവിതം നേരെയാക്കാൻ അവിടുന്ന് ഒരു അഹങ്കാരി പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരണോ? എന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും കല്യാണാലോചന നടന്നപ്പോ അവർക്കൊരു മറുപടി കൊടുത്തു കാണുമല്ലോ. നിന്നോട് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ആലോചിച്ചോ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴെന്നോട് പറഞ്ഞായിരുന്നോ? ഇയാളോട് പറഞ്ഞാലേ ഇയാൾ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരത്തില്ലേ, അതുകൊണ്ടാ പറയാതിരുന്ന. എപ്പോഴായാലും പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും മോനി പറഞ്ഞല്ലോ, ജയലാലിന്റെ ഇളയ പെങ്ങളി ചാരുവിനെ ഇവിടുത്തെ മരുമകളാക്കണമെന്നാ ജയലാലിന്റെ അമ്മയുടെ ആഗ്രഹം. അവരതിനു വേണ്ടിട്ടാ എന്നെ അവിടെ വിളിച്ച് സൽക്കരിച്ചത് അല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവള് ചായമായിട്ട് എന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയത് ഒരു പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു അല്ലേ? ആ സമയത്ത് അതേപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആര് പറഞ്ഞു അറിയില്ലായിരുന്നെന്ന്? അമ്മയ്ക്കും ദീപയ്ക്കും ഇവക്കും ഒക്കെ എല്ലാം അറിയാം. ഒന്നും അറിയാത്തത് എനിക്ക് മാത്രമാ. അമ്മ അമ്മയുടെ പെൺമക്കളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അല്ലാതെ എന്നെ കുറിച്ച് അമ്മ ആലോചിക്കുന്നതേ ഇല്ല. നീ എന്താ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇയാൾ ഇങ്ങനെയൊക്കെ പറയത്തുള്ളമ്മേ, അതിനെ ഇയാളെ കൊണ്ട് കഴിയത്തുള്ളൂ. പിന്നെ ഞാൻ എന്തു വേണം? അവളെ പോലൊരു തല്ലിപ്പൊളി പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണോ? കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിലും അത് അവരുടെ മുഖത്ത് നോക്കി നടക്കില്ല എന്ന് പറയണമായിരുന്നു. ഇയാള് തന്നല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കണമെന്ന്. എന്നിട്ട് പിന്നെ രണ്ടും കൂടി എന്തിനാ പറയുന്നത്? ദീപേച്ചി അങ്ങോട്ട് തള്ളിവിടാൻ ഇയാൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനുവേണ്ടി അമ്മ ഒരുപാട് കുറ്റപ്പെടുത്തിയതുവാ. അതുകൊണ്ട് അവൾ അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം ബലി കൊടുക്കണോ? ഒന്ന് നിർത്ത്. ആരും ആരുടെയും ജീവിതം ബലി കൊടുക്കണ്ട. ദീപ ഇവിടെ വന്ന് നിന്നാലും നീ ആ പെങ്കൊച്ചിനെ കെട്ടണ്ട. പക്ഷേ എടുത്തടിച്ചതുപോലെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറയാതിരിക്കുന്നത്. സാവകാശം നമുക്ക് പറയാം. സാവകാശം പറഞ്ഞു പറഞ്ഞ് അവസാനം എന്നെ വെറുതെ പ്രഷർ ചെലുത്തരുത്. അങ്ങനെ പ്രഷർ ചെലുത്തിയാലും ഏട്ടന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും സമ്മതിപ്പിക്കാൻ പറ്റില്ലെന്നും അറിയാം. അല്ലെങ്കിൽ തന്നെ ചാരുവിനെ പോലൊരു പെൺകുട്ടിയെ എന്റെ മരുമകളാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല മോനെ. അതുകൊണ്ട് ഇത്തരം സംസാരം ദയവ് ചെയ്ത് ഒഴിവാക്കണം. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാ. കേട്ടല്ലോ, ഇതാണ് അമ്മയുടെ മോൻ. നമ്മളെ ഒരിക്കലും മനസ്സിലാക്കത്തില്ല. ദിലീപേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മനസ്സിലായില്ല. പെങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയെ പകർത്തി അനിയത്തിയെന്ന് ദീപ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുത്തി എന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണോ നിങ്ങൾ നോക്കുന്നേ? എന്റെ ദിലീപേ, ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്. നിങ്ങൾ കൂടുതല് നല്ല പിള്ളയൊന്നും ചമയണ്ട. നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയുള്ള ഒത്തുകളിയായത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ രീതിയിലൊന്നും സംസാരിക്കരുത്. പിന്നെ ഏത് രീതിയിലാ സംസാരിക്കേണ്ടത്? സ്വന്തം പെങ്ങളെ ഒരുമാതിരിപ്പെട്ട വീട്ടിലോട്ടൊന്നും പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ. അവളുടെ സ്വഭാവം ആ രീതിയിലാ. അതുകൊണ്ട് എന്റെ അനുജത്തി അവിടെ നിലനിർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യണം അല്ലേ? ത്യാഗം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നിങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു ആലോചന വരുമോ? എന്റെ ദിലീപേ, എന്റെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാരും കൂടി ഒത്തോണ്ടുള്ള കളിയാ ഇത്. എന്റെ അമ്മയോടും ഏതു നേരം എന്നെ വിമർശിക്കുന്ന എന്റെ അനിയത്തിയോടും ഒക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കാരണവശാലും നടക്കില്ല. ദീപ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. നാണോ ഇല്ലേടി നിനക്ക്? ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അങ്ങോട്ട് പോയത്? നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്റെ ഫ്യൂച്ചർ തുളയ്ക്കണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ?
ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന വരത്തില്ലല്ലോ. എന്നെ അവിടെ വിളിച്ച് സൽക്കരിച്ചപ്പോ ഞാൻ കരുതി അതൊരു ഡോക്ടറോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെയാണല്ലോ അവര് പറഞ്ഞതും. പക്ഷെ അതൊരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ ജീവിതം തകർന്നാലും ശരി, അങ്ങനെ ഒരു അഹങ്കാരി പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമെന്ന് നീ കരുതണ്ട. ഈ കല്യാണം നടക്കില്ലടി. ദിലീപ് ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ലെങ്കിൽ തന്നെ അയാൾ എന്നെ ശത്രുവിനെ പോലെ കാണുന്നത്. നമ്മുടെ ജീവിതം സുരക്ഷിതാക്കാൻ വേണ്ടി അയാളുടെ ജീവിതം ബലി കൊടുക്കുന്നൊക്കെ അയാൾ പറയുന്നത്. അച്ഛന്റെ സ്വഭാവം അങ്ങനെയൊക്കെ പറയൂ, ചിന്തിക്കൂ. ഇത്തിരി വല്ലാത്ത തലവേദനയായി പോയി. അതുകൊണ്ടാ ലാലേട്ടൻ ഞാൻ പറഞ്ഞത് വരുന്നില്ലെന്ന്. ലാലേട്ടന്റെ അമ്മ ഒരിക്കലും എന്തെങ്കിലും മനസ്സിൽ കാണാതെ എന്നെ തിരികെ വിളിക്കില്ല. അമ്മയുടെ കല്യാണം നടക്കില്ലെന്ന് ഇടപിടിയൊന്നും കയറി പറയാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ ദിലീപേട്ടൻ പറയും. അതിന് മടിയൊന്നുള്ള കൂട്ടത്തിലല്ല ഏട്ടൻ. പറയുമ്പം പറയട്ടെ, ഏതായാലും നമ്മളൊന്നും പറയണ്ട. ഒന്ന് സന്തോഷിച്ചത്. ഇനിയിപ്പോ അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ കുറച്ചുകൂടി മെച്യൂരിറ്റിയുള്ള കൂട്ടത്തിലാ. പക്ഷെ തൻ്റെ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല. അയാളൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ടല്ലേ എൻട്രൻസ് ഒക്കെ കിട്ടി ഡോക്ടറായത്. പക്ഷേ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു ഗുണവുമില്ല. ഇങ്ങനെ സ്വാർത്ഥതയുള്ള ഒരാൾക്ക് അയാളെ കാണാൻ വരുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമോ? അയാൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് പൈസ വാങ്ങാതെ ചികിത്സിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഏട്ടന് പൈസയോട് ഭയങ്കര ആർത്തിയുള്ള കൂട്ടത്തിലാ. അമ്മയുടെ കഷ്ടപ്പാടിനെ പറ്റി പോലും ചിന്തിക്കാതെ പലപ്പോഴും പണം ആവശ്യപ്പെടുന്നത്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നല്ല സ്ഥിതിയിലെത്തുമ്പോൾ ഇയാൾ സഹായിക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് നീക്കും ഇല്ല ലാലേട്ടാ. പാവം അമ്മ ഏട്ടൻ കുടുംബം നോക്കുന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവാ. അയാൾ ആ അമ്മയെ മറന്നിട്ട് ജീവിച്ചാലുണ്ടല്ലോ, അതിന്റെ തിരിച്ചടി അയാൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ തന്നെ അമ്മയെ ധിക്കരിച്ചിട്ട് അച്ഛനെ കാണാൻ പോവുകയും അവിടെ താമസിക്കുകയും അച്ഛന്റെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നന്ദി കെട്ട കൂടപ്പുറപ്പായ ഒരാൾക്ക് കഴിയും. ഏതായാലും അച്ഛന്റെ പകർപ്പായ ഒരു മകനെങ്കിലും ഉണ്ടെന്ന് തന്റെ അച്ഛനെ സമാധാനിക്കാം. ഇങ്ങനെയുള്ള ഒരാളെ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാൽ അവര് വീട് മാറി താമസിക്കും. എന്ന് വെച്ചാൽ അത്രയും ദിവസേ തന്റെ അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റുമെന്ന് അർത്ഥം. ഹലോ. ഹലോ, ആ ഞാൻ ദീപയുടെ അച്ഛനാണ്. ആ പറ വിജയ. വിജയ്. ഹലോ. അതെ, ഞാൻ വിളിച്ചതേ കല്യാണാലോചന നടക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അതെ, വക്കീലിന്റെ മോനെ എനിക്ക് മരുമകനായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തുകൊണ്ടും നല്ല ആലോചനയാണ്. എനിക്ക് എന്തായാലും പൂർണ്ണ സമ്മതം. എനിക്കറിയാം വിജയൻ എതിർപ്പൊന്നും കാണില്ലെന്ന്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ചെറുക്കന്റെ അമ്മയെ അനിയത്തിയൊക്കെ അതിന് സമ്മതിക്കണ്ടേ? എന്തായാലും ഭാഗ്യവും തീയും ഈ കല്യാണത്തെ അനുകൂലിക്കില്ല. വിജയന്റെ മോൻ അനുകൂലിക്കോ? ആ, ഞാൻ വേണ്ട രീതിയിലൊക്കെ അവന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അവന്റെ അമ്മയും അനിയത്തിയും കൂടെ വല്ലാതെ വാശി പിടിച്ചാ അവൻ വേണ്ടാന്നേ പറയൂ. അതുപോലെ ഇവിടെ ഞാൻ ഈ ബന്ധത്തെ അനുകൂലിക്കുന്നത് ഒരു കാരണവശാൽ അവരറിയരുത്. അതെന്താ അങ്ങനെ? അല്ല, നിങ്ങൾക്ക് അറിയില്ല ജയലാലിന്റെ അമ്മ എന്നെ എന്റെ ഭാര്യയും മക്കളും കൂടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാനിപ്പോ സെപ്പറേറ്റ് അല്ലേ താമസം. അല്ല, ലീഗലായിട്ട് ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ കല്യാണത്തിന് ഞാൻ നിർബന്ധിച്ചു എന്ന് അറിഞ്ഞാൽ ഡിവോഴ്സ് വേണമെന്ന് ഭാഗ്യം പറയും. 3 മക്കളുടെ അച്ഛനല്ലേ ഞാൻ. പിന്നെ ഈ പ്രായത്തിൽ ബന്ധം പിരിയാന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ എനിക്ക് ന്യൂട്രലായിട്ട് നിന്നേ പറ്റൂ. പിന്നെ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഒരുപാട് കുറവുകളുള്ള
പേരുദോഷം കേൾപ്പിച്ചൊരു പെൺകുട്ടിയെയാണ് നിങ്ങൾ മരുമോളാക്കിയിരിക്കുന്നത്. അതിൻ്റെ നന്ദി എൻ്റെ മകനെ തന്ന് വീട്ടാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി വിജയ, ദിലീപിന്റെ അമ്മയും അനിയത്തിയെയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും വിജയകുമാർ ഈ ആലോചന അറിഞ്ഞിട്ട് അനുകൂലമായിട്ട് മറുപടി തന്നതിന് നന്ദി. ആ ആ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. ആ ശരി ശരി. ശരി, താങ്ക് യു. ദീപേ, നിന്റെ അമ്മ ഭാഗ്യത്തിനെന്താ ദിലീപും ചാരുവായിട്ടുള്ള കല്യാണത്തിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ച? എതിർപ്പുണ്ടോന്നാ എന്റെ ചോദ്യം. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ ദിലീപിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അതേപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്താ ചോദിക്കാത്തത്? ദേ, ഇനി ആർക്ക് എന്ത് എതിർപ്പുണ്ടായാലും നീ വേണം അവരെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ. ഞാൻ മനസ്സിൽ ആശിച്ച കാര്യമാ, സ്വപ്നം കണ്ട് നടന്ന കാര്യമാ. അത് അതേപടി സംഭവിക്കണം. ഒന്നും എന്റെ കയ്യിലല്ലല്ലോ അമ്മ. പിന്നെ ആരുടെ കയ്യിലാ? നീയാ ഈ വീടിന്റെ മരുമോള്, നിന്റെ നാത്തൂനാ ചാരു. അപ്പൊ അവക്കൊരു നല്ല ജീവിതം കിട്ടേണ്ടത് നിന്റെയും കൂടി ആവശ്യമാ. അല്ലെങ്കിൽ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ബന്ധം എടുക്കുന്നത് നല്ലതല്ലയോ? അപ്പോ ബന്ധം കുറച്ചുകൂടെ ഉറക്കത്തില്ലേ? എന്തായാലും നിന്റെ അച്ഛൻ ഇതിനെ എതിർക്കില്ല എന്നാ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങേര് ഒരു മാന്യന. എന്റെ സംശയം അത്രയും നിന്റെ അമ്മയെ അനിയത്തിയുവാ. അവർക്കിത്തിരി അഹങ്കാരം കൂടുതലാ. അതെ, എന്റെ മോൾ MBA ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാ. MBBS കാരന് MBA കാരി. അവരെ തമ്മില് ചേരുംപടി ചേർക്കാം. കാഴ്ചയ്ക്ക് അവളുടെ അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഈ പരിസരത്തെങ്ങും ഇല്ല. പിന്നെ അറിയാവുന്നവര് തമ്മിൽ ഒന്നിക്കുന്നത് നല്ലതല്ലേ? ഞാൻ അമ്മയോട് അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ എന്താ പറഞ്ഞതെന്നാ എനിക്ക് അറിയേണ്ടത്. അമ്മ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എതിർത്തായിരുന്നോ? ഇല്ല. ആ, അത് മതി. പിന്നെ നിന്റെ ഏട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ആളൊരു നിഷ്കളങ്കനാണെന്ന്, പാവമാണെന്ന്. നിങ്ങൾ രണ്ട് പെൺകുട്ടികളെക്കാളും പാവാ ദിലീപ്. നല്ല ഐശ്വര്യമുള്ള മുഖമാ മോന്റേത്. അതും അവനെ മരുമകനാക്കാൻ ഒരു കാരണമാ. എന്തായാലും ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കരടുണ്ടെങ്കിൽ നീ അത് മാറ്റിത്തരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നിന്റെ ഉത്തരവാദിത്വമാ. മനസ്സിലായല്ലോ പറഞ്ഞത്? ആ അതെ, നിന്റെ ആങ്ങളെ ഈ വീടിന്റെ മരുമകനാക്കാനല്ല ഞാൻ നിന്നെ തിരികെ വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ ഒരു തോന്നല് ചിലപ്പോ നിനക്ക് കാണും. അത് വേണ്ടാന്ന് പറയുമായിരുന്നു. നിന്നെ വിളിച്ചോണ്ട് വന്നത് വേറെ, കല്യാണം വേറെ. മനസ്സിലായല്ലോ? പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലില്ലായിരുന്നെങ്കിൽ നീ ഈ വീടിന്റെ 7 അയലത്ത് പോലും വരില്ലായിരുന്നു. ചേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്തു പറയാൻ? നിന്റെയൊക്കെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം ബലി കൊടുക്കണം അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞോ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ആലോചന കൊണ്ട് വന്നത്? അവളെ പോലെ ഒരുത്തിയെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഞാൻ കെട്ടിത്തൂങ്ങി ചാകുന്നതല്ലേടി. അതിന് അവളെ ഇയാള് കല്യാണം കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയെങ്കിലേ അവരിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ അത് നടക്കില്ലാന്ന് അമ്മയ്ക്ക് അങ്ങ് പറഞ്ഞാലെന്താ? അല്ലെങ്കിൽ ദീപയ്ക്ക് പറഞ്ഞൂടെ എനിക്കൊരിക്കലും അവളെ പോലെ ഒരു പെണ്ണിനെ കെട്ടാൻ പറ്റില്ല എന്ന്? അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്റെ മനസ്സ് എന്താണെന്ന് ദീപ അളിയനോട് പറഞ്ഞു കാണുമല്ലോ. എന്നിട്ട് അങ്ങേരെന്താ മിണ്ടാ നടക്കുന്നത്? ഇടപിടിയെന്ന് എന്തെങ്കിലും പറഞ്ഞാ അത് ചേച്ചിയുടെ ലൈഫ് ഇല്ലാതാക്കും. എപ്പോഴായാലും പറയണ്ടേ? സാവകാശം എന്താന്ന് വെച്ചാ അമ്മ പറഞ്ഞോളും, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞോളും. അതേക്കുറിച്ച് ഓർത്ത് ഇയാള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ പറയുന്നേ ശരി, നമ്മുടെ അമ്മ സ്വാർത്ഥ തന്നെയാ.
നമ്മളെ നന്നായി വളർത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളെ വെച്ച് വിലപേശാൻ നടക്കുക. ദേ അനാവശ്യം പറയരുത്. അമ്മ അങ്ങനെ എന്തെങ്കിലും വിലപേശൽ നടത്തിയിട്ടുണ്ടോ? ഇവിടെ അമ്മ ചിന്തിക്കാത്ത കാര്യങ്ങളാ ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം ലാലേട്ടന്റെ അമ്മ പറഞ്ഞത് മുതല് അമ്മ എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ നടക്കുക. ഒരിക്കലും അവളെ പോലൊരു പെൺകുട്ടിയെ അമ്മ മരുമകളാക്കില്ല. പിന്നെ ലാലേട്ടന്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുമ്പോ പെട്ടെന്ന് പോയി ഈ ബന്ധം നടക്കില്ല എന്ന് പറയാൻ വയ്യ. അതുകൊണ്ടൊന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. ഞാനൊന്ന് സമ്മതം മൂളിയാ മതി. നാളെ ഈ കല്യാണം നടക്കും. എന്റെ ജീവിതം തൊലഞ്ഞു പോയാലും പെൺമക്കളും നന്നായി ജീവിക്കണം. അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. അച്ഛന്റെ കൂടെ കൂടി അതിനേക്കാളും തരംതാണ രീതിയിൽ സംസാരിക്കരുത്. ഞാൻ ഇതുവരെ എന്റെ അളിയനെന്ന് പറയുന്നവനെ വിളിച്ചിട്ടില്ല. അവന്റെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കാതിരിക്കുക. അയാളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി അയാളുടെ അമ്മയെ പോലെ ക്രിമിനലായ ഒരു പെണ്ണിനെ ഞാൻ കെട്ടണമെന്നായിരിക്കും അയാളും ചിന്തിക്കുന്നത്. പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ആങ്ങളുടെ കഴുത്ത് കണ്ടിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അളിയനാണ് അയാള്. എന്റെ അമ്മയും ലാലേട്ടനൊന്നും തന്നെ പോലെ തരംതാണ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. ഒരു കാര്യം ചെയ്, നേരെ അങ്ങോട്ട് പോ. എന്നിട്ട് പറ ഈ ബന്ധം നടക്കില്ലാന്ന്. അതോടെ ഇയാളുടെ പ്രശ്നം തീരുമല്ലോ. പിന്നെ ചേച്ചി അവരിവിടെ കൊണ്ടുവന്ന് നിർത്തുന്നെങ്കിൽ നിർത്തിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ ചേച്ചി ഇവിടെ വന്ന് നിന്നതല്ലേ. ആ സമയത്ത് അങ്ങോട്ട് ഓടിക്കാൻ ഇയാൾക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ. ഈ കല്യാണത്തിന് വിലപേശൽ നടത്താൻ വേണ്ടി തന്നെയാ അവര് ചേച്ചിയെ കൊണ്ടുപോയത്. അതപ്പോഴേ ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ചിന്തിച്ചില്ല സ്വാർത്ഥനായ എന്റെ ഏട്ടനെ മരുമകനാക്കാനാ അവര് നോക്കുന്നേന്ന്. എന്തായാലും എന്റെ ചേച്ചിക്ക് വേണ്ടി ഇയാൾ ഒരു ത്യാഗവും ചെയ്യണ്ട. ഇയാള് വലിയ ഡോക്ടറായി നല്ല കാശുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിതം ആഘോഷിക്കും. എനിക്ക് എന്റെ ലൈഫിനേക്കാൾ വലുത് എന്റെ അമ്മയുടെയും ചേച്ചിയുടെയും ജീവിതം തന്നെയാ. അവര് കരയുമ്പോ സന്തോഷത്തോടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തായി അവിടെ പോയിട്ട് കാര്യങ്ങള്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, കല്യാണാലോചന തകൃതിയായിട്ട് നടക്കാണല്ലോ അല്ലേ? അവരാലോചിച്ചെന്നുള്ളത് നേരാ. പക്ഷേ അമ്മ സമ്മതമൊന്നും മൂളിയിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടൊരു അഭിപ്രായം പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലേ? അതായത് ഒരു ജയിൽ പുള്ളിയുടെ മോളെ വേണ്ടാന്ന്. അത് ഞാൻ അമ്മയോട് മാത്രമല്ല അളിയനോടും ദീപയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ല, ഈ രാഗിണി ഇതറിഞ്ഞോ? അവരും അവരുടെ മോളും ഇതറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മളായിട്ട് പറയണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാ, നമ്മളായിട്ടത് പറയണ്ട. അത്രയും ദിവസമെങ്കിലും ദീപ അവിടെ സ്വസ്ഥമായിട്ട് കഴിയട്ടെ. അങ്ങനെ തന്നെ എന്റെ തീരുമാനം. പക്ഷേ എത്ര നാളിതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എടാ, ഈ നട്ടല്ലില്ലാത്ത ആണുങ്ങളെ ഭർത്താക്കന്മാരാക്കിയ എല്ലാ പെൺകുട്ടികളുടെയും ഗതി അധോഗതിയായിരിക്കും. ഈ ജയലാൽ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഇരട്ടത്താപ്പിന്റെ ആശാനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവനിപ്പോ ദീപയോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു കാണും. അല്ല, കല്യാണത്തിന് ശേഷമാണല്ലോ ഇതിലും നല്ല ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കിട്ടുമെന്ന് ആണും പെണ്ണും ഒക്കെ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ അവൻ അമ്മയുടെയും പെങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം, ഈ ബന്ധം രണ്ടാക്കും. എന്നിട്ട് അവൻ വേറെ കിട്ടും. ഇതിലും നല്ലത് അവളുടെ കല്യാണം നടക്കാതിരിക്കുന്നതായിരുന്നു. കല്യാണം നടന്നിട്ട് പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അതിനേക്കാളും വലിയ നാണക്കേടല്ലേ? നാളെ ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാ അവൾ ചോദിക്കില്ലേ, എന്താ എന്റെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിൽ വന്ന് നിൽക്കുന്നേന്ന്? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് മാറി താമസിക്കും. അല്ല, ഇനിയിപ്പോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് മാറിക്കും. അല്ലാതെ എന്തിനാണ് അവിടെ കെട്ടിക്കേറി കിടക്കുന്നത്? അല്ലെങ്കിലും പട്ടാളച്ചിട്ടയുള്ള അമ്മമാര് ഭരിക്കുന്ന വീട്ടില് ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ജീവിക്കാനേ പറ്റില്ല മോനെ. അത് മനസ്സിലാക്കിയിട്ടല്ലേ വൈകിയാണെങ്കിലും ഞാൻ മാറി താമസിക്കുന്നത്. ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ വലിയ ഗമയിൽ നടക്കാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. ഇതിപ്പോ ഉള്ള സ്റ്റാറ്റസും കൂടെ പോയി. ഒരുത്തി കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ താരമായി. വേറൊരുത്തി ഇപ്പൊ ഗുണ്ടയെ പ്രേമിച്ച് നടക്കുക. എടാ, അവളാണ് മൂത്തവളെക്കാളും പ്രശ്നക്കാരി. അതുകൊണ്ട് എന്തേ സദാനന്ദനും മോനും അവളെ കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക.
പിന്നെ ആ ഗുണ്ട ജഗൻ ഉള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു പോകണം. എന്തായാലും എന്റെ തീരുമാനം അറിയുമ്പോ അളിയന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോയതുപോലെ തന്നെ ദീപയെ തിരിച്ചു കൊണ്ടുവിടും. ആ അച്ഛൻ പറയുന്ന പോലെ അളിയന് നട്ടലില്ലാത്തോണ്ട് അയാൾ അമ്മയുടെ സാരത്തുമ്പോ തൂങ്ങി നടക്കുകയും ചെയ്യും. അവളൊന്ന് സമ്മതിച്ചാ മതിയായിരുന്നു ആ ദീപ. അവനെ കോടതി കെട്ടി പൊരിച്ചേനെ. അതിനൊന്നിനും അവള് തയ്യാറാവില്ലല്ലോ. അതുപോലാണല്ലോ അവളെ ജയലാൽ സ്നേഹിക്കുന്നത്. അത് നാളെ അവന് കോടതി കയറേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാ. എന്നെ അവന് നല്ല പേടിയുണ്ട്. നീ ഇനി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട. അല്ല, ഒരു പെങ്കൊച്ചു തന്റെ മനസ്സിലുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഇനിയിപ്പോ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാറായാലോ. എപ്പോ വേണമെങ്കിലും നീ അവളെ വിളിച്ചോണ്ട് പോരെ. ദേ, അച്ഛൻ ഫുൾ സപ്പോർട്ട്.